അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ പലതവണ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? സത്യത്തിൽ ഇത് പലരും ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് ഒരാൾ മരിച്ചു അപ്പോൾ പറയാ, അപ്പൊ അതിന്റെ അർത്ഥമൊന്നും ശ്രദ്ധിക്കാറില്ല. ആശയം ഇതാണ്, മരിച്ചു അല്ലേ, പോയിക്കോളൂ, എനിക്കിവിടെ തിരക്കുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ അർത്ഥം ഇന്നാലില്ല, ഞാൻ പടച്ചവനെ, ഞങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടങ്ങി പോകേണ്ടവനാണ്. അപ്പോൾ ആശയം എന്തായി? മരിച്ചുല്ലേ, അപകടം സംഭവിച്ചുല്ലേ, നിങ്ങൾ നടന്നോ, ഞങ്ങളും ഇതാ വരണു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുമിച്ച് ഇറങ്ങാണ്. അപ്പോ അമ്മ വിളിച്ചു പറയും, എടാ നീ വരുന്നില്ലേ, ദേ വരണോ, അമ്മയെ നടന്നോളൂ. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾക്കൊന്നും ഇപ്പൊ ഒന്നും മരണം വരില്ല, അപകടം വരില്ല എന്നാണ്. ഇനി മറ്റൊരു കാര്യം, മരണം വരുമ്പോൾ മാത്രമാണ് ഇത് പറയേണ്ടത്? ഒരിക്കലുമല്ല. എല്ലാ വിപത്ത് വരുമ്പോഴും. ഈ വിഷയം ഖുർആൻ പറയുമ്പോൾ പറയുന്നുണ്ട്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത്. നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ശരീരം, നാശം, പലതുകൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, എന്ത് വിപത്ത് ബാധിച്ചാലും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിൽ സാമ്പത്തിക ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. നബി പറഞ്ഞിട്ടുണ്ട്, മാ ആല മനി ഖത്തസദ. നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ഹദീസാണ്. മിതത്വം ശീലിച്ചവന് ദാരിദ്ര്യം സംഭവിക്കില്ല. വളരെ ശ്രദ്ധിക്കണം. ആരൊക്കെ ഏതൊക്കെ സമ്പന്നർ ദരിദ്രരായിട്ടുണ്ടോ അവരൊക്കെ ധൂർത്തന്മാരായിരിക്കും. ധൂർത്തന്മാരെ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, പടച്ചവന് ഇഷ്ടമല്ല. അവരല്ലാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും. സമ്പത്തുള്ളപ്പോഴും മിതത്വം പാലിച്ചവൻ ഒരിക്കലും അവന്റെ സമ്പത്ത് നശിക്കില്ല, അവൻ ദരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് കൂടി തരണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ആരോടും പരാതി പറയരുത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും പരാതി പറയാറില്ല. എന്ത് സംഭവിച്ചാലും ക്ഷമിക്കുക, അതിലൊക്കെ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകും എന്ന് വിചാരിച്ച് അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് മാറും. കൗഡല്യന്റെ അർത്ഥശാസ്ത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കോപം മൂലം 3 നഷ്ടങ്ങളുണ്ടാകും, എന്നാൽ കാമം മൂലം 4 നഷ്ടം ഉണ്ടാവും. ഏതാണ് വലുത്? 4ഓ 3ഓ എന്നാണ്. നമ്മൾ പറയാൻ 4ആണെന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കാമം മൂലമുണ്ടാകുന്ന 4 പ്രശ്നത്തെക്കാൾ അപകടം കോപം മൂലമുണ്ടാകുന്ന 3 നഷ്ടമാണ്. കോപം മൂലം അർത്ഥനഷ്ടമുണ്ടാകും. ദണ്ഡപാരുഷ്യം എന്ന് പറഞ്ഞാൽ എന്തെടുത്ത് വലിച്ചെറിയേണ്ടത്, എങ്ങനെ അടിക്കേണ്ടതെന്ന് അറിയില്ല. അതേപോലെ തന്നെ വാക്പാരുഷ്യം, വായന് തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഈ 3 കാമത്തേക്കാൾ കാമം കൊണ്ടുണ്ടാകുന്ന 4 വിപത്തിനേക്കാൾ ഗുരുതരം എന്ന് പറയുന്നു. നമുക്ക് കഷ്ടപ്പാടും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ദേഷ്യം പിടിക്കും. അത് അരുത്. കോപം വിപത്താണ് എന്നാണ് കൗഡല്യൻ പറഞ്ഞു തരുന്നത്. ഒരു ആചാര്യൻ, ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് ആചാര്യൻ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ഈ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, വൈ ഗുഡ് പീപ്പിൾ ഓൾവേസ് സഫർ? എന്താണ് എപ്പോഴും നല്ല മനുഷ്യരാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ, അല്ലെ? നമുക്കൊക്കെ ഉള്ള സംശയമാണ്. ചീത്ത മനുഷ്യർ ഒരു കുഴപ്പമില്ല, അവര് അടിച്ചുപൊളി ജീവിതം. സത്യത്തിൽ ആരാണ് സുഖം, ആരാണ് അൺഹാപ്പി ലൈഫ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ജീവിക്കുന്നത് മനസ്സിലാണ്. പുറമേ കാണുന്ന വസ്ത്രമൊന്നുമല്ല അതിന്റെ അടിസ്ഥാനം. അത് ഉള്ളിലാണ് ജീവിതം. ഉള്ളിലുള്ള ജീവിതം ആർക്കും അറിയാൻ കഴിയില്ല, ആർക്കും അസസ് ചെയ്യാൻ സാധിക്കില്ല. ചിലർ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ആളുകളെ നോക്കി ചിരിക്കുന്നു എന്ന് മാത്രം. ഡയമണ്ട് കനോട്ട് ബി പോളിഷ്ഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ലാതെ, ഇങ്ങനെ ഉരയാതെ ഒരിക്കലും ഡയമണ്ട് തിളങ്ങില്ല. അതുപോലെ ഗോൾഡ് കനോട്ട് ബി പ്യൂരിഫൈഡ് വിത്തൗട്ട് ഫയർ. തീയില്ലാതെ ഒരിക്കലും ഗോൾഡായി മാറില്ല. അതുകൊണ്ട് നിന്നെ ഗോൾഡാക്കാൻ, നിന്നെ ഡയമണ്ട് ആക്കാൻ വേണ്ടിയാണ് ഈ ഫ്രിക്ഷനും ഫയറൊക്കെ, ഈ കഷ്ടപ്പാടും പ്രയാസമൊക്കെ ദൈവം തരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, ഐ കാൺ ഫൈൻഡ് ഫ്രീ ടൈം. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ആക്ടിവിറ്റി ഗെറ്റ്സ് യു ബിസി, പ്രൊഡക്ടിവിറ്റി ഗെറ്റ്സ് യു ഫ്രീ. ലക്ഷ്യബോധമില്ലാതെ കിടന്ന് മരിച്ച് പണിയെടുക്കുക, അവന് എന്നും ബിസി ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് വളരെ പ്രൊഡക്റ്റീവായിട്ടാണ് പണിയെടുക്കുന്നതെങ്കിൽ, വിഷനോട് കൂടിയാണ് നീ പണിയെടുക്കുന്നതെങ്കിൽ നിനക്കൊരുപാട് ഫ്രീ ടൈം കിട്ടും. ചില സ്ത്രീകളുണ്ട്, അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആന കരിമ്പിത്തോട്ടത്തിൽ കയറിയ പോലെയാണ്, ആകെ ബഹളായിരിക്കും. വേറെ ചില സ്ത്രീകളുണ്ട്, വളരെ ശാന്തമായിട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുക.
അപ്പോൾ വളരെ ശാന്തമായി ഇഷ്ടം പോലെ അവർക്ക് സമയവും ലാഭം കിട്ടും, ഒച്ചയും ബഹളവും ഉണ്ടാവില്ല. മൂന്നാമത്തെ ചോദ്യം, എന്താണ് ആചാര്യന് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്ന കാര്യം, ജനങ്ങളിൽ ആശ്ചര്യകരമായി തോന്നുന്ന കാര്യം? അങ്ങനെ അദ്ദേഹം പറയുന്ന മറുപടി വളരെ കൗതുകകരമായ മറുപടിയാണ്. എത്ര അനുഗ്രഹം ലഭിച്ചാലും എന്റെ ദൈവം എന്നോട് ഇങ്ങനെ അനുഗ്രഹം തന്നത്, എന്നോട് ഇങ്ങനെ എന്നോട് ഇങ്ങനെ കാരുണ്യം കാണിക്കുന്നതെന്ന് ആരും ചോദിക്കാറില്ല. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു അടി കിട്ടുമ്പോൾ, വിപത്ത് ബാധിക്കുമ്പോൾ ഉടനെ ചോദിക്കും, വൈ മീ? എന്റെ ഈശ്വര എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ഇതെനിക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നിയിട്ടുണ്ടത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ ഈശ്വരനിൽ നിന്നാണ്, നമുക്ക് ലഭിച്ച വിപത്തും അങ്ങനെ തന്നെയാണ്. അത് നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാനാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ വിലയിരുത്താൻ. സർവശക്തനായ ജഗന്നിയന്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.